ഹലോ, ഇന്നൊരു ഈസി പ്ലം കേക്ക് റെസിപ്പി ആട്ടോ. ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്, ബട്ട് മോയിസ്റ്റ് റിച്ച് പ്ലം കേക്ക്. ആദ്യം ബട്ടർ, ബ്രൗൺ ഷുഗർ, ഓയിൽ, 3 eggs ഇത്തിരി നല്ലപോലെ വിസ്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഡാർക്ക് ബ്രൗൺ ഷുഗർ കാരമൽ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. വാനില എസൻസ്, പിന്നെ നമ്മുടെ സ്പൈസസ്, മിക്സഡ് സ്പൈസസ്, സിനമൺ പൗഡർ, ജിഞ്ചർ പൗഡർ ഇത്രയും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. വളരെ സോഫ്റ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിൽ, ഹോട്ട് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ഒത്തിരി നാൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ആവശ്യമില്ല. ഒരു ഹോട്ട് ഓറഞ്ച് ജ്യൂസിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കുറച്ച് നേരം ഒരു 30 minutes സോക്ക് ചെയ്യുക, അല്ലെങ്കിൽ 10 minutes സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ നല്ലപോലെ ഒന്ന് ആറി തണുത്ത് കഴിയുമ്പം ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫ്ലോറുമായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ എല്ലാം ബ്ലെൻഡായി എല്ലാം നല്ലപോലെ മിക്സ് ആകുമ്പോൾ ഒരു ബേക്കിംഗ് പേപ്പർ ലൈൻ ചെയ്തൊരു റൗണ്ട് പാനിലോട്ട് നമ്മുടെ ഈ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു കാഷ്യൂ നട്ട്സ്, ക്രാൻബെറീസ് ഒക്കെ വെച്ചൊന്ന് നല്ലപോലെ ഗാർണിഷ് ചെയ്ത് ഒരു 160 ഡിഗ്രിയിൽ ഒരു 60 minutes ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ ആറി തണുത്തതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ചോ ഒരു അലുമിനിയം ഫോയിൽ വെച്ചോ ഒന്ന് റാപ്പ് ചെയ്ത് ഓവർനൈറ്റ് കീപ്പ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ എടുക്കുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു ലുക്ക്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല റിച്ച് പ്ലം കേക്കാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല മോയിസ്റ്റ് ആൻഡ് റിച്ച് ആണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ആൽക്കഹോൾ ഫീഡ് ചെയ്ത് ഒരു 2 weeks ഒക്കെ കീപ്പ് ചെയ്യുകയും ചെയ്യാം. പിന്നെ കാണുമ്പോൾ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഈ ക്രിസ്മസിൻ്റെ ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.